നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. തൊഴിലാളി വർഗത്തെ മറന്നുകൊണ്ടുള്ള ഇടതു സർക്കാരിന്റെ ആഡംബരങ്ങളും ആഘോഷങ്ങളും പ്രതിഷേധാർഹമാണെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി. മരോട്ടിച്ചാലിൽ ഉമ്മൻചാണ്ടി സ്മാരക മന്ദിരം ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. വഖഫ് നിയമത്തിനെതിരെയുള്ള ഭരണഘടനാ അവകാശങ്ങൾ വീണ്ടെടുക്കാനുള്ളതാണെന്ന് ഡോക്ടർ P. നസീർ. ചളിയും പായലും കുട്ടയിലെടുത്ത് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ മേയറുടെ ചേംബറിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. നിർമ്മാണം പൂർത്തിയാക്കിയ മരോട്ടിച്ചാൽ ഉമ്മൻചാണ്ടി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം MLA ചാണ്ടി ഉമ്മൻ നിർവഹിച്ചു. മരോട്ടിച്ചാൽ സെന്ററിൽ തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി ആദരിച്ചു. മുൻ MLA MP വിൻസെന്റ്, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത്, DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ ജോണി ചെറിയത്ത്, മണ്ഡലം പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ TK ശ്രീനിവാസൻ, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഒരു ഓഫീസർ ഈ നാടിന് എന്തുമാത്രം അദ്ദേഹത്തിനോട് സ്നേഹമുണ്ട് എന്ന് പ്രിയപ്പെട്ട ശ്രീചേട്ടൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ലീഡർ അദ്ദേഹവും ഈ നാടിന് ചെയ്ത മഹത്തായ സേവനങ്ങൾ അത് രണ്ടും ഈ നാട് വലിയ രീതിയിൽ ഓർക്കുന്നു എന്നുള്ള തെളിവാണ് ഈ ഓഫീസിലോട്ട് കയറുമ്പോൾ തന്നെ ഈ രണ്ട് നേതാക്കന്മാരുടെയും പടം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ എൻ്റെ പിതാവിൻ്റെ പേരിലാണ് ഈ ഓഫീസ് ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹത്തിനുള്ള നിങ്ങളുടെ സ്നേഹവും കടപ്പാടും വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസിന്റെ പാരമ്പര്യവും ചരിത്രവും ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ മലയോര പ്രദേശങ്ങൾ എന്നും കോൺഗ്രസിനോടൊപ്പം നിന്നിട്ടുള്ളതും കോൺഗ്രസ് നേതാക്കന്മാർ അതേ സ്നേഹം ഈ നാടിനോട് കാണിച്ചിട്ടുള്ളതുമാണ്. എനിക്കും ഇവിടെ വന്ന പല പരിപാടിയിൽ വന്ന് പങ്കെടുക്കുവാൻ, പ്രത്യേകിച്ച് അരോഷൊക്കെ വിളിച്ച് എന്നെ പല പരിപാടിക്കും ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഞാനൊരു നീണ്ട പ്രസംഗത്തിന് ഞാനും മുതിരുന്നില്ല. കാരണം എനിക്ക് 5:30 എന്റെ മണ്ഡലത്തിൽ ഒരു കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനമുണ്ട്. തൊഴിലാളികളെ മറന്നുകൊണ്ടുള്ള ഇടതു സർക്കാരിന്റെ ആഡംബര ആഘോഷങ്ങൾ പ്രതിഷേധാർഹമാണെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി. തൊഴിലാളികളുടെ അവകാശങ്ങൾ ചവിട്ടിമെതിച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. സ്ത്രീ ജീവനക്കാർ ഉൾപ്പെടെ തൊഴിലാളി വർഗത്തോട് വഞ്ചനപരമായ നിലപാടുകളാണ് എടുക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് INTUC നേതൃത്വം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് INTUC തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ കേരളം തൃശൂർ DPM ഓഫീസിന് മുൻപിൽ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശകുന്തള സജീവ് അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി വിദ്യ രമേശ്, ജില്ലാ ട്രഷറർ വിജിനി ഗോപി, KV സുമാ ഗിരിജൻ, R രജനി ജ്ഞാനേശ്വരി തുടങ്ങിയവർ സംസാരിച്ചു. ഈ ഗവൺമെന്റ് തൊഴിലാളികളുടെ പേര് പറഞ്ഞ അധികാരത്തിൽ വന്നവര് ഇന്ന് ഒട്ടും ഒരു മര്യാദ കാണിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മുൻകാലങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകളുണ്ടെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ അല്പമെങ്കിലും ഒരു കരുണയുള്ളവരായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. ഏത് ഗവൺമെന്റുകളാണെങ്കിലും നല്ലവരും ചീത്തയുമുണ്ട്. പക്ഷെ ഇത്രയും ആർഭാടപൂർവ്വം മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെ, വേദനകൾ മനസ്സിലാക്കാതെ, സമരങ്ങളെ എന്നും പുച്ഛത്തോട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിന്റെ നടപടിക്കെതിരെ ഈ സമൂഹം മുഴുവൻ ഉണർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സാഹിത്യകാരന്മാരും മത അധ്യക്ഷന്മാരും കലാകാരന്മാരും എല്ലാ ജീവികളും മനുഷ്യജീവികളെല്ലാം തന്നെ ഈ ഗവൺമെന്റിന്റെ വ്യത്യസ്തമായ കിരാതമായ ഭരണത്തിനെതിരെ അണിനിരന്നിട്ടുണ്ട് എന്നുള്ളത് അവർ ഓർത്താൽ നന്നായിരിക്കും എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഇന്ന് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള സമരങ്ങളെല്ലാം കുടുംബം പോലും മാറ്റിവെച്ചതായിട്ട് സ്നേഹിച്ചു എല്ലാ സമരപരിപാടികളും മാറ്റിവെച്ചതായി കഴിഞ്ഞ ദിവസം ഞാൻ വാർത്തയിൽ കണ്ടു. ഞങ്ങൾ പറയുന്ന INTUC പ്രസ്ഥാനം ഏത് കോരിച്ചുരിയുന്ന മഴക്കാണെങ്കിലും ഞങ്ങൾക്കത് വിഷയമല്ല. ഞങ്ങളുടെ തൊഴിലാളികളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രകൃതിയുടെ ചെറിയ രീതി പോലും മാനിക്കാതെ ഞങ്ങൾ പോകും. അതിന് തെളിവാണ് ഇന്ന് ഈ പരിപാടി ഒന്നും മാറ്റിവെക്കാതെ പോകുന്നത്. കേരള സംസ്ഥാനത്ത് ഞങ്ങൾ കൃത്യമായ അജണ്ടയുണ്ട്. INTUC പ്രസ്ഥാനത്തിന് മിനിമം വേതനം നടപ്പിലാക്കണമെന്നും മിനിമം വേതനം നടപ്പിലാക്കുന്നത് വഴി
ഏറ്റവും കുറഞ്ഞ കൂലി 200 രൂപ എന്നുള്ളത് അടിസ്ഥാന ശമ്പളമായി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ അതിന്റെ സമരവുമായി വർഷങ്ങളായി INTUC പ്രസ്ഥാനം അതിന്റെ മുദ്രാവാക്യം മുന്നോട്ട് പോവുകയാണ്. ആ പരിപാടിയുമായി ഞങ്ങൾ തുറന്നും പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം ഭരണഘടനാ അവകാശങ്ങൾ വീണ്ടെടുക്കാനെന്ന് മെക്ക തൃശൂർ ജില്ലാ സമ്മേളനം. സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുൻ ഡയറക്ടറുമായ പ്രൊഫസർ ഡോക്ടർ പി നസീർ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയിലെ 25-26 വകുപ്പുകൾ വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യവും വിശ്വാസവും നിരാകരിക്കുന്നതാണ് പുതിയ വഖഫ് നിയമം. പാർലമെന്റിൽ 232 MP-മാർ ഈ നിയമത്തിനെതിരെ വോട്ട് ചെയ്തത് രാജ്യത്തിന്റെ മതനിരപേക്ഷ സങ്കല്പത്തിന്റെ മകുടോദാഹരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മെക്ക തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പി അബൂബക്കർ കേച്ചേരി, ഫാറൂഖ് കേച്ചേരി, മുഹസിൻ പാടൂർ, അഡ്വക്കേറ്റ് PS നജീബ്, PK അബൂബക്കർ മാസ്റ്റർ, KA നവാഫ് എന്നിവർ ആശംസകൾ അറിയിച്ചു. EV സൈനുദ്ദീൻ സ്വാഗതവും MM സലീം നന്ദിയും അറിയിച്ചു. അതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായത്. ഇപ്പൊ എല്ലാവർക്കും എന്താണ് വഖഫ്, ആരാണ് വാക്കിഫ്, ആരാണ് മുത്തവല്ലി, ഇങ്ങനെ പറഞ്ഞ എല്ലാ ടെർമിനോളജികളും എല്ലാം ഈ പദങ്ങളുമൊക്കെ സംജ്ഞകളുമൊക്കെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങി. പക്ഷേ നമ്മൾ ഈ വഖഫ് ഭേദഗതി നിയമം ഇപ്പോ യഥാർത്ഥത്തിൽ 2024 ഓഗസ്റ്റ് മാസം 8-ാം തീയതി പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ അന്ന് മുതൽ രാജ്യവ്യാപകമായി ഇതിനെതിരെ ആശങ്കകൾ ഉയർന്നു. നമ്മൾ ഒരുപാട് ഇതിനെക്കുറിച്ച് കേട്ടതാണ്. അപ്പൊ ഇതൊരു യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എന്നതിനപ്പുറം നമ്മുടെ ഭരണഘടനയിലെ 25, 26 എന്നീ വകുപ്പുകൾ പ്രകാരം രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകി ഒരു പരമാധികാര സ്ഥിതി സമർത്ഥ ഒരു മതേതര ജനാധിപത്യ സവിശേഷത ഉറപ്പു നൽകുന്ന ഒരു ഭരണഘടന ഉറപ്പു നൽകുന്ന മതവിശ്വാസത്തിനെതിരെയും മതസ്വാതന്ത്ര്യത്തിനെതിരെയുമുള്ള നീക്കമാണ്. അതുകൊണ്ടാണ് വെറും 24 പാർലമെന്റ് അംഗങ്ങൾ മാത്രമുള്ള മുസ്ലിങ്ങളായിട്ടുള്ളവരുള്ള ഒരു പാർലമെന്റിൽ 232 പേർ വഖഫ് നിയമത്തിനെതിരെ വോട്ട് ചെയ്തു. ഏപ്രിൽ മാസത്തിൽ വലിയ തോടുകളും കാനകളും ശുചീകരണം നടത്തുമെന്ന് മേയർ പ്രഖ്യാപിച്ചിരുന്നു. മെയ് 26 ആയിട്ടും പല ഡിവിഷനുകളിലും തോടുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തതുകൊണ്ട് വെള്ളക്കെട്ടിലാണ് ജനങ്ങൾ. ചേറൂർ കട്ടച്ചിറ തോടിൽ നിന്ന് പായലും ചെളിയും കൊട്ടയിലെടുത്ത് രാജൻ ജെ പലന്റെ നേതൃത്വത്തിൽ മേയറുടെ ചേംബറിലേക്ക് നടന്ന് പ്രതിഷേധ പ്രകടനം നടത്തി. വോട്ട് ചെയ്ത ജനങ്ങളെ തൃശൂർ MP കേന്ദ്രമന്ത്രി പദവി ഉപയോഗിച്ച് നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. ദേശീയപാതയിൽ അശാസ്ത്രീയ നിർമ്മാണ രീതികൾ മൂലം ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപി ഇടപെടാത്തതിൽ പ്രതിഷേധിച്ച് AIYF തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച MP ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ടോൾ പ്രശ്നത്തിലും ദേശീയപാത പ്രശ്നങ്ങളിലും ക്രിയാത്മകമായി ഇടപെടുന്ന യുവജന പ്രസ്ഥാനമാണ് AIYF. രഞ്ജി പണിക്കർ എഴുതി കൊടുക്കുന്ന ഡയലോഗുകൾ ആവർത്തിക്കുന്നതല്ലാതെ മറ്റൊരിടപെടലും സുരേഷ് ഗോപി നടത്തുന്നില്ല. തൃശൂർ പൂരത്തിലടക്കം വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇത് കേരള ജനതയോടുള്ള വെല്ലുവിളിയാണ്. ഇത് തിരുത്താൻ അദ്ദേഹം തയ്യാറാകണം. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി സ്വാഗതം ആശംസിച്ചു. P ബാലചന്ദ്രൻ MLA, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ, AISF ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടോക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. AIYF സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VK വിനീഷ്, കനിഷ്കൻ വല്ലൂർ തുടങ്ങിയവരും സംസാരിച്ചു. AIYF മണ്ഡലം സെക്രട്ടറി GM അഖിൽ നന്ദി അറിയിച്ചു. പ്രതിഷേധ മാർച്ചിനു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതിനെ തുടർന്ന് AIYF പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും സംഘർഷവുമുണ്ടായി. പുഴ നവീകരണത്തിലെ അപാകത, ഇറിഗേഷൻ ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് ധർണ. പുഴ നവീകരണം ഉടൻ പൂർത്തിയാക്കുക, പുഴ കയ്യേറ്റം പൂർണ്ണമായും ഒഴിവാക്കുക, വടക്കാഞ്ചേരി പുഴയിലെയും അകമലത്തോട്ടിലെയും മണ്ണ് പൂർണ്ണമായി നീക്കുക, വടക്കാഞ്ചേരിയെ മനുഷ്യനിർമ്മിത പ്രളയത്തിൽ നിന്ന് രക്ഷിക്കുക, വാഴാനി ഡാം മാനേജ്മെന്റ് കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ ഓഫീസിന് മുൻപിൽ ധർണ നടത്തിയത്. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MH ഷാനവാസ് അധ്യക്ഷനായി.
ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് മുഖ്യാതിഥിയായി പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PN വൈശാഖ് മുഖ്യപ്രഭാഷണം നടത്തി. CA ശങ്കരൻകുട്ടി, KT ജോയ്, ജയൻ മംഗലം, സിന്ധു സുബ്രഹ്മണ്യൻ, സന്ധ്യ കൊടക്കേടത്ത് തുടങ്ങിയവരും പ്രസംഗിച്ചു. KM മുഹമ്മദ്, K കൃഷ്ണകുമാർ, PV ഇന്ദിര, CV ജോസ്, ടോമി പുല്ലാനിക്കാട്, ഷാജി അകമ്പാടം തുടങ്ങിയവരും നേതൃത്വം നൽകി. മെയ് 15 മുതൽ കേരളത്തിൽ മഴയുണ്ടാകുമെന്ന വലിയ രീതിയിൽ കാലാവസ്ഥാ പ്രവചനങ്ങൾ നിലനിൽക്കെ ജനുവരിയിലെങ്കിലും തുടങ്ങേണ്ട ഈ പുഴ നവീകരണം, വടക്കാഞ്ചേരി പുഴയുടെ ശുദ്ധീകരണം, മണ്ണെടുപ്പ്, അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കൗൺസിലർ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള വിഷയങ്ങളൊക്കെ, ചെറയുടെ നവീകരണ പ്രവർത്തനങ്ങൾ, ഇതൊന്നും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടിയെടുക്കാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല. ഇതിനൊക്കെ TS ടെക്നിക്കൽ സാങ്ഷൻ വേണം, അഡ്മിനിസ്ട്രേഷൻ സാങ്ഷൻ വേണം. അതൊക്കെ എടുക്കേണ്ട സമയം സാധാരണഗതിയിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് എസ്റ്റിമേറ്റ് എടുക്കാനും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും കഴിയണം. ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നവകേരള സദസ്സ് നടത്തി കേരളത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും ട്രഷറി അടക്കം അടച്ചുപൂട്ടി, കലക്ടറേറ്റുകളും സെക്രട്ടേറിയറ്റും അടച്ചുപൂട്ടി, കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർക്ക് വേണ്ടി അകമ്പടി സേവിക്കാൻ സർക്കാർ സംവിധാനം മുഴുവൻ ദുരുപയോഗപ്പെടുത്തി ഫയലുകളെല്ലാം ഉറങ്ങിക്കിടക്കുകയാണ്. ഇപ്പതാ കഴിഞ്ഞ 3 മാസമായി മുഖ്യമന്ത്രിക്ക് നാട് ചുറ്റാൻ വേണ്ടി, മന്ത്രിസഭാംഗങ്ങൾക്ക് നാട് ചുറ്റാൻ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം 18ാം ഡിവിഷൻ കുടുംബ സംഗമം നടത്തി. ഡിവിഷൻ പ്രസിഡന്റ് ജോണി അരിമ്പൂരിന്റെ അധ്യക്ഷതയിൽ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു ആമുഖ പ്രഭാഷണം നടത്തി. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺസൺ ആവോക്കാരൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ AV സുദർശനൻ, ഭാസ്കരൻ K മാധവൻ, ലിസി ജോൺസൺ, ബേബി പാലോനിക്കൽ, RA ബാവ, ജിജോ കണ്ണമ്പുഴ, സഫിയ ജമാൽ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സഫിയ നിഷാദ്, ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സനീഷ് വാസു, ജോസ് പാറയ്ക്കൽ, ജോയ് KG, രാജേഷ് VR, ആനി ജോർജ്, ഫിലോമിന ജോസ്, ഓമന ജോസ് എന്നിവർ നേതൃത്വം നൽകി. ടിറ്റോ തോമസ് സ്വാഗതവും കരീം ഖാൻ നന്ദിയും അറിയിച്ചു. NSS വെട്ടുകാട് കരയോഗത്തിന്റെ 50ാം വാർഷികവും പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും NSS ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P നാരായണൻ നിർവഹിച്ചു. വെട്ടുകാട് കരയോഗം ഹാളിൽ കരയോഗം പ്രസിഡന്റ് A നീലകണ്ഠൻ അധ്യക്ഷനായി. 80 വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെ ആദരിക്കലും സമുദായ ആചാര്യന്റെ ഫോട്ടോ അനാച്ഛാദനവും NSS തൃശൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A സുരേശൻ നിർവഹിച്ചു. NSS തൃശൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി K രാജഗോപാൽ മുൻ കരയോഗം ഭാരവാഹികളെ ആദരിച്ചു. സോപാന സംഗീതത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ 6 വയസ്സുകാരൻ ത്രിലോക് നാഥിനെ ആദരിച്ചു. വനിതാ വിഭാഗം സെക്രട്ടറി ഗിരിജ, പ്രസിഡന്റ് സുഭാഷിണി, ഷീല, കരയോഗം സെക്രട്ടറി KN ശിവൻ, വൈസ് പ്രസിഡന്റ് N പ്രഭാകരൻ, ട്രഷറർ MN കുമാരൻ എന്നിവർ സംസാരിച്ചു. നായർ സർവീസ് സൊസൈറ്റിയിൽ ഞാനും മെമ്പറാണ് ഒക്കെ എല്ലാവരും പറയും. ആർക്കെങ്കിലും പറയാമോ എന്താണ് ഈ സംഘടനയിൽ അംഗത്വം എടുക്കാനുള്ള പ്രാഥമിക ക്വാളിഫിക്കേഷൻ? നായർ സർവീസ് സൊസൈറ്റിയിൽ അംഗത്വം എടുക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവുമല്ലോ, അതെന്താ അറിയോ? ആർക്കെങ്കിലും അറിയെങ്കിൽ പറയും. അറിയില്ല. ആചാര്യൻ പറഞ്ഞ കാര്യമാണ്, ഞാൻ പറയുന്നതല്ല. 18 വയസ്സ് സ്വസ്ഥ ബുദ്ധി. 18 വയസ്സും സ്വസ്ഥ ബുദ്ധിയുമുള്ള എല്ലാ ആളുകളും കരയോഗത്തിൽ അംഗത്വം എടുക്കും. വീട്ടിൽ അച്ഛൻ, അമ്മ, അമ്മാമ ഒരാളല്ല. 18 വയസ്സും സ്വസ്ഥ ബുദ്ധിയുമുള്ള ഒരു വീട്ടിലുള്ള എല്ലാ പുരുഷ സ്ത്രീകളും കരയോഗത്തിൽ അംഗത്വം എടുക്കണം. അതെന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, നമ്മൾ നമ്മുടെ ആവശ്യത്തിനായിട്ടോ മറ്റായിട്ടോ എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു അപേക്ഷ നമ്മൾ ഫില്ലപ്പ് ചെയ്യണം. അതിലൊരു ചോദ്യം ഉണ്ട്, കരയോഗത്തിൽ അംഗമാണോ? അപ്പം എൻ്റെ അച്ഛൻ അംഗമാണ്, അമ്മ അംഗമാണ് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അംഗമാണെന്ന് പറയാൻ സാധിക്കണം. ഉദാഹരണം, ഞാനൊക്കെ ഒറ്റപ്പാലത്ത് വെച്ചാൽ നമ്മുടെ കോളേജും ട്രെയിനിങ് കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ഒക്കെ ഉണ്ട്. പല കാര്യത്തിനും കുട്ടികൾ അപേക്ഷ കൊണ്ട് വരും. അവരോട് ചോദിക്കും, കരയോഗത്തിൽ മെമ്പറാണോ? അച്ഛൻ മെമ്പറാണ്. അതല്ല ആവശ്യം. 18 വയസ്സ് സ്വസ്ഥ ബുദ്ധി, എന്നാണ് അതിൻ്റെ മാനദണ്ഡം. പിന്നെ ഒരു കരയോഗം, നമ്മൾ പറയും എല്ലാ കരയോഗവും, ഒരു കരയോഗം പ്രവർത്തന സജ്ജമാണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ അതിന് അത്യന്താപേക്ഷിതമായ ചില ഘടകങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നറിയാമോ? കരയോഗത്തിന് ഒരു കമ്മിറ്റി വേണം, വേണ്ടേ? ഇടവേള.
MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നുള്ള അറിയിപ്പാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മിക്ക ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനാൽ ഓറഞ്ച് അലർട്ടുള്ള ജില്ലകളിലും റെഡ് അലർട്ടുള്ള ജില്ലകളിലും മുന്നറിയിപ്പിന്റെ ഭാഗമായി കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറണുകൾ മുഴങ്ങുന്നതായിരിക്കും. കുറ്റുമുക്ക് അമ്പലം മുതൽ കുറ്റുമുക്ക് പാടത്തെ പാലം വരെ റോഡിലൂടെ മഴ പെയ്താൽ കാൽനട യാത്ര പോലും അസാധ്യം. റോഡിലാകെ വൻ കുഴികൾ. മഴ പെയ്താൽ ഈ കുഴികളിലാകെ വെള്ളം. വാഹനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടാണ് സഞ്ചരിക്കുന്നത്. റോഡാകെ ചെളി നിറയുന്നതിനാൽ ജനങ്ങൾക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥ. കാലങ്ങളായി ഈ റോഡ് അറ്റകുറ്റപ്പണികൾ നടത്താറില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന നൂതന പരിശീലന പദ്ധതിയുടെ ഭാഗമായി കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർമാരായി സോഷ്യൽ വർക്കിംഗിൽ ബിരുദാനന്തര ബിരുദമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതീ യുവാക്കളിൽ നിന്നുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് വിദ്യാഭ്യാസ യോഗ്യതയുള്ള 35-നും ഇടയിൽ പ്രായപരിധിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ജില്ലാ തലത്തിൽ നടത്തുന്ന അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയവരാണ് അപേക്ഷിക്കേണ്ടത്. പട്ടികജാതി വികസന വകുപ്പിന്റെ ജില്ലാതല ഓഫീസിലും കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസിലുമായിരിക്കും നിയമനം. പ്രതിമാസം ഓണറേറിയം 20,000 രൂപ. പരിശീലന കാലാവധി 1 വർഷമാണ്. താൽപര്യമുള്ളവർ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ജൂൺ 5 വൈകിട്ട് 5 മണിക്ക് മുൻപായി പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487236038. വൈദ്യുതിയെക്കുറിച്ചുള്ള പരാതി ഉണ്ടെങ്കിൽ KECBയുടെ 24 മണിക്കൂർ കോൾ സെന്ററിൽ പരാതികൾ വാട്സാപ്പിലൂടെയും അറിയിക്കാം. മൊബൈൽ നമ്പർ 9496001912 1912 നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികൾക്ക് വേണ്ടിയും ബന്ധപ്പെടാവുന്ന കോൾ സെന്ററാണ് 9496012400. വൈദ്യുതി സംബന്ധമായ അപകടങ്ങളും അടിയന്തര സാഹചര്യങ്ങളും അറിയിക്കാൻ 9496010101 എന്ന പ്രത്യേക എമർജൻസി നമ്പറിലേക്ക് വിളിക്കാം. ഫീൽഡ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും പരാതികൾക്കും ബന്ധപ്പെടാനുള്ള നമ്പറുകളാണിത്. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത്
രാജ്യത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകൾ തുടരുന്നു. അടഞ്ഞുകിടന്ന വീട് വൃത്തിയാക്കാനെത്തിയ യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ റിമാൻഡിലായി. അടഞ്ഞുകിടന്ന വീട് വൃത്തിയാക്കാനെത്തിയ മുഹമ്മദ് അഫാനെയും ബന്ധുവായ മുഹമ്മദ് റഹീനെയും ആക്രമിക്കാൻ ശ്രമിച്ച് കരിങ്കല്ലുകൊണ്ട് ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കാര്യത്തിനാണ് വിവേകിനെയും അഭിജിത്തിനെയും വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ സ്ഥിരമായി മദ്യപിക്കാൻ ഉപയോഗിച്ചിരുന്ന വീടായിരുന്നു ഇത്. വിവേക് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വധശ്രമ കേസിലെ പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ് MK, സബ് ഇൻസ്പെക്ടർ എബിൻ CN, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സോഷി, സുനീഷ്, സിവിൽ പോലീസ് ഓഫീസർ ജസ്ലിൻ തോമസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഗുരുദേവ ദർശനങ്ങൾ നവതലമുറയ്ക്ക് പകർന്നു നൽകാൻ ജാഗ്രത വേണമെന്ന് ബേബി റാം. ലോകം അതീവ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഗുരുദേവ ദർശനങ്ങൾ നവതലമുറയ്ക്ക് പകർന്നു നൽകാൻ അതീവ ജാഗ്രത വേണമെന്ന് SNDP യോഗം കൌൺസിലർ ബേബി റാം പാർലിക്കാട് നടരാജഗിരി ബാലസുബ്രഹ്മണ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന തെക്കുംകര മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുട്ടികളെ നല്ല വായനാശീലമുള്ളവരാക്കി വളർത്തണം. ക്ഷേത്ര ദർശനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് ആത്മീയ യാത്രയിലൂടെ നയിക്കണം. മേഖലാ പ്രസിഡന്റ് EK ബാബു അധ്യക്ഷനായി. തലപ്പള്ളി യൂണിയൻ സെക്രട്ടറി TR രാജേഷ് സമ്മേളന സന്ദേശം നൽകി. MS ധർമ്മരാജൻ, KK ശിവദാസൻ, വാസുദേവൻ മങ്കര, രാഘവൻ കല്ലമ്പാറ, രാജൻ വിരുപ്പാക്ക എന്നിവരും സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. ദൈവത്തെ പോലെ ഈശ്വരനെ പോലെ ഇപ്പോൾ നടരാജഗിരി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടെങ്കിൽ, ഗുരുവിടെ പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ അവിടെ ഗുരു ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക. നമ്മുടെയൊക്കെ വിദ്യാർത്ഥികൾ ഒരുപക്ഷെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പല ക്ഷേത്രങ്ങളും വഴിപാടുകൾ കൂടുന്നുണ്ട്. പക്ഷേ നടരാജഗിരിയിൽ ചിലപ്പോൾ പോകാറുണ്ടാകില്ല, പിറന്നാൾ ദിനത്തിൽ പോകാറുണ്ടാവില്ല. നമ്മൾ മഹാക്ഷേത്രങ്ങൾ തേടിപ്പോകും, ഹൈടെക് സംവിധാനമുള്ള ക്ഷേത്രങ്ങൾ തേടിപ്പോകും. ഇവിടെ ഗുരുവിനെയും ഗുരു നമുക്ക് തന്ന ആത്മീയ സ്വാതന്ത്ര്യം, ഈ നോട്ടീസിൽ എഴുതിയിട്ടുള്ള സ്വാതന്ത്ര്യം, ആത്മീയ ജ്ഞാനവും ആത്മീയമായിട്ടുള്ള ആസ്വാദനവും ആത്മീയമായിട്ടുള്ള നമ്മുടെ അനുഭൂതിയുമൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ ആ സ്വാതന്ത്ര്യം തന്നിട്ടുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഗുരു തന്നിട്ടുള്ളൂ. നിങ്ങൾ അവിടെ പോകണം. അവിടെ ഗുരുവിൻ്റെ എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും ഗുരു അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. എൻ്റെ നാട്ടിലൊരു വളരെ ഇതിനേക്കാളും റിമോട്ടായിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു ശാഖാമന്ദിരം പണിതു. ആ ശാഖാമന്ദിരത്തിൽ അവിടെ പണത്തിൻ്റെ പ്രശ്നം കൊണ്ട് അവർ ഫൈബറിലുള്ള ഒരു ഗുരുദേവനെ കൊണ്ടുവന്ന് വയ്ക്കാൻ ശ്രമിച്ചു. ഞാൻ ആ നിരന്തര ശാഖയിൽ പോകുന്നതുകൊണ്ട് പറഞ്ഞു, ഇനിയുള്ള കുറച്ച് പൈസകൾ ഒപ്പിച്ചിട്ട് നിങ്ങൾ പഞ്ചലോകത്തിൽ ചെറുതെങ്കിലും ഒരു ഗുരുവിൻ്റെ പ്രതിഷ്ഠ നടത്തണം പറഞ്ഞു. ഇതേപോലെ എല്ലാ ദിവസവും കുട്ടികളും ജോലിക്ക് പോകുന്നവരും എല്ലാവരും വരട്ടെ, ഒരു പൂവോടെ സമർപ്പിക്കട്ടെ, എണ്ണ സമർപ്പിക്കട്ടെ. സ്കൂളിൽ പോകുമ്പോൾ പരീക്ഷാ സമ്മർദ്ദമുള്ള കുട്ടികളെക്കൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും വിളക്ക് വെച്ച് എല്ലാവരോടും പ്രാർത്ഥിക്കുന്നു. വലിയ അനുഭൂതിയും എന്ന് പറയും. അപ്പോൾ എവിടെയാണോ ഭക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾക്കൂട്ടം, മഹാക്ഷേത്രങ്ങൾ വീണ്ടും വീണ്ടും പവർഫുള്ളാകുന്നത് അവിടെ അത്രയും ഭക്തർ വന്ന് ഒരേ സേവനത്തിൽ നാമം വയ്ക്കുന്നതാണ്. രാജേശ്വരെ കുറിച്ചുകൂടെ പറഞ്ഞു. രാജേശ്വർ പക്ഷേ ആ യൂണിയൻ ഏറ്റെടുക്കുമ്പോൾ എനിക്കറിയാവേണ്ട അവസ്ഥ, നമ്മുടെ ഈ രാജേഷ് സപ്പോർട്ടായിട്ട് ഞാനൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്, നിന്നിട്ടുമുണ്ട്, ഇന്നും അന്നൊക്കെ എനിക്കറിയാവേണ്ട അവസ്ഥ. ആ അവസ്ഥയിൽ നിന്നിപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു മരുഭൂമിയിൽ താജ്മഹൽ പണിത ഒരു വിശേഷണം ഉണ്ടെങ്കിൽ അത് അർത്ഥവത്തായ വാക്കുകളാണ്. വെള്ളാപ്പള്ളി ദേശം എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി പക്ഷേ രാജേഷിനെയും ഈ ടീമിനെയും ആ തരത്തിൽ സഹായിക്കുന്നുണ്ട്, അത്തരത്തിൽ സപ്പോർട്ടിങ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. വടക്കാഞ്ചേരിയിൽ ഇന്നലെ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചു. പുന്നമ്പറമ്പ് നഗറിൽ സുരേഷിന്റെ ഭാര്യ 41 വയസ്സുള്ള രേണുകയാണ് മരിച്ചത്. ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിലും ഇടിമിന്നലിലും വീട്ടിലെ ലൈറ്റ് ഓൺ ചെയ്യുമ്പോഴാണ് ഷോക്കേറ്റത്. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മകൾ ദേവാഞ്ജന, സഹോദരങ്ങൾ രഞ്ജിത്ത്, രതീഷ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൊഴിലാളി വർഗത്തെ മറന്നുകൊണ്ടുള്ള ഇടതു സർക്കാരിന്റെ ആഡംബരങ്ങളും ആഘോഷങ്ങളും പ്രതിഷേധാർഹമാണെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി.
മരോട്ടിച്ചാലിൽ ഉമ്മൻചാണ്ടി സ്മാരക മന്ദിരം ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. വഖഫ് നിയമത്തിനെതിരെയുള്ള ഭരണഘടനാ അവകാശങ്ങൾ വീണ്ടെടുക്കാനുള്ളതാണെന്ന് ഡോക്ടർ P. നസീർ. ചളിയും പായലും കുട്ടയിലെടുത്ത് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ മേയറുടെ ചേംബറിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.